ഓട്ടട, കുമ്പിളപ്പം, ഇലയപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പഴയ കാലത്തിൻ്റെയൊക്കെ ഒരു ഫീലിങ്സ് ആണല്ലേ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഓട്ടട റെസിപ്പി ആയാലോ. ഇനി ഒരു ചീഞ്ചട്ടിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര ഗോതമ്പ് മാവ് എടുക്കാം. ഇനി ഈ മാവിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്തും നെയ്യും പിന്നെ ശർക്കര പാനിയാക്കിയതും ഏലക്ക പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മുടെ ദോശക്കല്ലിലേക്ക് അല്പം നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മാവ് വെച്ച് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണേ. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഓട്ടടയുടെ റെസിപ്പിയാണ് ഇത്. ഇനി ചായ ആകട്ടെ, കട്ടൻ ചായ ആകട്ടെ, അതുമല്ല ഇനി കട്ടൻ കാപ്പിയും ആകട്ടെ, എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഇത് ബെസ്റ്റാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ അച്ചാമ്മയുടെ അച്ചൂട്ടൻ.